അമേരിക്കയിലേക്ക് കുടിയേറാൻ വിസയ്ക്ക് അപേക്ഷിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ്. ബംഗ്ലാദേശ് ഉൾപ്പെടെ 75 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റ വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് കാരണം. ഇതിലൊരാളാണ് തമീം ഹുസൈൻ. അദ്ദേഹം 2 വർഷം മുമ്പാണ് അമേരിക്കൻ കുടിയേറ്റ വിസയ്ക്ക് അപേക്ഷിച്ചത്. ഭാര്യയും 2 പെൺമക്കളും ഒരു ദശകത്തിലേറെയായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പം ചേരാനാണ് തമീം ശ്രമിക്കുന്നത്. ഈ ഫെബ്രുവരിയിൽ ഒരു വിസ അപ്പോയിൻമെന്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം അനിശ്ചിതത്വത്തിലാണ്. തമീമിന് 51 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ന്യൂയോർക്കിൽ ഒരു കോളേജ് അധ്യാപികയാണ്. മൂത്ത മകൾക്ക് 19 വയസ്സുണ്ട്. അവൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുകയുമാണ്. തന്റെ കുടുംബം അമേരിക്കയിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയും നികുതി നൽകുകയുമാണെന്ന് തമീം പറയുന്നു. അവർ യാതൊരുവിധ സർക്കാർ സഹായത്തെയും ആശ്രയിച്ചിരുന്നില്ല. തന്റെ പെൺമക്കൾ വിദ്യാർത്ഥിനികളായതുകൊണ്ട് അവർക്ക് പണം അയച്ചു കൊടുക്കുന്നത് താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ സ്വത്തുക്കൾ വിറ്റെന്നും ജോലി രാജിവെക്കാൻ തീരുമാനിച്ചെന്നും തമീം പറയുന്നു. അദ്ദേഹത്തിന്റെ അസുഖബാധിതനായ അമ്മാവൻ അമേരിക്കയിൽ ചികിത്സയിലാണ്. മൂത്ത മകൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് യൂണിവേഴ്സിറ്റി പഠനത്തിനായി പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അച്ഛനോടൊപ്പം ചേരാൻ വേണ്ടി അവൾ ന്യൂയോർക്കിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. എല്ലാം കുടുംബത്തോടൊപ്പം ചേരുന്നതിനാണ്. ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് തമീം പറയുന്നത്. തമീമിനെ പോലെ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും അമേരിക്കയിലേക്ക് കുടിയേറാൻ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ചേരാനുള്ള വഴികൾ അടഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഒരു കുടിയേറ്റക്കാരുടെ രാജ്യമാണെന്നും അവരുടെ കുട്ടികളാണ് അത് കെട്ടിപ്പടുത്തതെന്നും ദി ഡെയിലി സ്റ്റാറിൽ വന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. ജനുവരി 14 പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുടിയേറ്റക്കാർ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കണമെന്നും അമേരിക്കൻ പൗരന്മാരുടെ മേൽ സാമ്പത്തിക ഭാരമാവരുതെന്നും പറഞ്ഞിരുന്നു. ഈ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ ക്ഷേമ പദ്ധതികൾ ഉപയോഗിക്കില്ലെന്നും പൊതു ചുമതലയാവില്ലെന്നും ഉറപ്പാക്കാൻ വിദേശകാര്യ വകുപ്പ് എല്ലാ നയങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പൂർണ്ണമായി പുനരവലോകനം ചെയ്യുകയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബാധിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റ വിസ അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും കഴിയും. വിദേശ വകുപ്പ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് തുടരും. എന്നിരുന്നാലും ഈ കാലയളവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടിയേറ്റ വിസകൾ അനുവദിക്കില്ല. ഈ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി യാതൊരു കുടിയേറ്റ വിസകളും റദ്ദാക്കിയിട്ടില്ല. വിനോദസഞ്ചാര, ബിസിനസ് വിസകൾ ഈ പുതിയ നിരോധനത്തിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വിസ ബോണ്ട് നയം സാധാരണ സന്ദർശകർക്കും ബിസിനസ്സുകാർക്കും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ജനുവരി 6 അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വിസ ബോണ്ട് ലിസ്റ്റ് 7 രാജ്യങ്ങളിൽ നിന്ന് 38 രാജ്യങ്ങളിലേക്ക് വിപുലീകരിച്ചു. ഇതിൽ ബംഗ്ലാദേശും ഉൾപ്പെടുന്നുണ്ട്. ഈ നടപടി ജനുവരി 21 മുതൽ പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച വിസ ബോണ്ട് പ്രോഗ്രാം B1 B2 വിസകൾക്ക് മാത്രമാണ് ബാധകമായിരിക്കുന്നത്. ബോണ്ട് തുക $5000, $10,000 അല്ലെങ്കിൽ $15,000 വിസ അഭിമുഖത്തിനിടെയായിരിക്കും തീരുമാനിക്കുക. ട്രംപ് ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ഉൾപ്പെടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കി വരികയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 300 ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തി. കൂടാതെ 300-ലധികം പേരെ നാടുകടത്താൻ യോഗ്യരായിട്ടുണ്ട്. ഇതിനു പുറമെ 4000-ലധികം കേസുകൾ കോടതികൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് വാഷിംഗ്ടണിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ അറിയിച്ചു. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻസിന്റെ ഫിസ്ക്കൽ ഇയർ 2024 എൻട്രി ഓർ എക്സിറ്റ് ഓവർസ്റ്റേ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിന് മൊത്തം 5.73% ഓവർസ്റ്റേ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 5.6% രാജ്യത്തിനകത്ത് ഓവർസ്റ്റേ ചെയ്തവരാണ്. അതായത് 38,590 പേരിൽ 2,200-ലധികം പേർ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുകയോ അങ്ങനെയെന്ന് സംശയിക്കപ്പെടുകയോ ചെയ്തു. ഈ റിപ്പോർട്ടിൽ ഇവരുടെ ഓവർസ്റ്റേ നിരക്ക് 1.28%, നേപ്പാളിൻ്റേത് 3.12%, പാകിസ്ഥാൻ്റേത് 3.46%. അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം എന്ന് തമീം പറയുന്നു. എന്നാൽ യഥാർത്ഥ കുടിയേറ്റക്കാരും വിസ തേടുന്നവരും എന്തിനിതിന്റെ പേരിൽ കഷ്ടപ്പെടണമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അടുത്തിടെ നടന്ന ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനും US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ് അലിസൺ ഹുക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബംഗ്ലാദേശികൾക്കുള്ള യാത്ര, ബിസിനസ് വിസകൾ സുഗമമാക്കാൻ ഖലീലുർ റഹ്മാന്റെ അഭ്യർത്ഥന അമേരിക്കൻ സർക്കാർ ക്രിയാത്മകമായി പരിഗണിക്കുമെന്ന് ഹുക്കർ പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരം നല്ല ദിശയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു.